RSS ഉണ്ടായത് 1925-ലാണല്ലോ. RSS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യമുണ്ട്, ഈ മഹാജനപദമുണ്ട്. ആ രാജ്യം RSS ഉണ്ടാകുന്നതിന് മുമ്പ്, RSSന്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഈ രാജ്യം, ഈ മഹാജനപദം, അന്നത്തെ വലിയ സാമ്രാജ്യം ഭരിച്ച ആളുകളാണ് മുഗൾ രാജവംശം. മാത്രമാണോ നമ്മുടെ മഹാഭാരതവും രാമായണവും ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റൊരു ഭാഷയിലേക്ക് എത്തിച്ചത് ആരാണ്? അക്ബറാണ്. RSSകാരല്ല. ഇതാ മഹാഭാരതവും രാമായണവും ഞങ്ങളുടെ മഹത്തായ സാധനമാണ് കേട്ടോ, മഹത്തായ സാഹിത്യ കൃഷിയും ഞങ്ങളുടെ പുരാണങ്ങളുമാണ് കേട്ടോ എന്ന് പറയുന്നത് അക്ബറാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പേർഷ്യൻ ഭാഷ വഴി മറ്റു ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ വിവർത്തനത്തിന് വേണ്ടി മാത്രമായിട്ട്, സാംസ്കാരിക കൈമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയ ആളാണ് അക്ബറാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട. അക്ബറിനെ മഹാൻ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ ഉണ്ടാക്കുകയും അതിന്റെ സംസ്കാരത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് നാട് വിട്ടു പോകേണ്ടി വന്ന ആളാണ് ഇവര് എന്ന കാര്യം നമ്മൾ മറക്കരുത്. RS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടാക്കിയ മനുഷ്യരാണ് മുഗളന്മാരെന്ന കാര്യം നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഇത് കേരളമല്ല, UP ആണ്, ഉത്തർപ്രദേശ്, ഉത്തരമില്ലാത്ത പ്രദേശം.